ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ എന്ന് പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. അപ്പം നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല. സ്റ്റഡി സെൻറ്ററിലാണെന്നുണ്ടെങ്കിലും ചില സ്റ്റഡി സെൻറ്ററിൽ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ എക്സാമിനെ അടുപ്പിച്ചൊക്കെ ക്ലാസ് ഉണ്ടാവും. പക്ഷേ അത് ഉണ്ടാവും എന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അഡ്മിഷൻ മൊത്തം ക്ലോസ് ചെയ്തതിന് ശേഷം അവരൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോർമലി ഷെയർ ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ജോയിൻ ചെയ്യരുത്. സെൽഫ് സ്റ്റഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നു, അത് വെച്ച് നമ്മൾ പഠിക്കുന്നു, അസൈൻമെൻറ്റ് എഴുതുന്നു, എക്സാം എഴുതുന്നു. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ഇനിയല്ല നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം, അതായത് നിങ്ങൾക്കൊരു ട്യൂഷൻ പോലെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ക്ലാസ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനും അക്കാദമിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓരോന്ന് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫീസാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇഗ്നോ ക്ലാസ്സുകൾ നമ്മളും അതുപോലെ തന്നെ എജുഫിക്സ് അക്കാദമിയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ +1 +2 ഒക്കെ നിങ്ങൾക്ക് പഠിക്കുന്ന പോലെ തന്നെ അത്രയും മലയാളത്തിലാണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത്. അത്രയും ഈസി ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രോബ്ലം പേപ്പറിന് ഷോർട്ട് നോട്ട് ഉണ്ടാവില്ല കേട്ടോ. അതേസമയം തിയറിക്കൊക്കെ ഷോർട്ട് നോട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത് എന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാ പ്രോഗ്രാമിനൊന്നും ക്ലാസ് നൽകുന്നില്ല കേട്ടോ. PG പ്രോഗ്രാമായിട്ടുള്ള MBA, MCOM, MA ഇംഗ്ലീഷ് എന്നീ 3 PG പ്രോഗ്രാമിനാണ് ക്ലാസ് നൽകുന്നത്. MBA ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിലെയും സെക്കൻഡ് സെമ്മിലെയും ഒട്ടുമിക്ക സബ്ജക്ട്സിനും ക്ലാസ് നൽകുന്നുണ്ട്. MCOM ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെയും സെക്കൻഡ് സെമ്മിൻ്റെയും പിന്നെ തേർഡ് സെമ്മിൻ്റെ ഒരു സബ്ജക്റ്റിനും അങ്ങനെ ക്ലാസ് നൽകുന്നുണ്ട്. MA ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മൊഡ്യൂളിനും നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട്. മൊഡ്യൂൾ 1ഉം അതുപോലെ തന്നെ മൊഡ്യൂൾ 4ഉം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ നോർമലി ക്ലാസ്സുകൾ നൽകുന്നത്. ഫീസ് വന്നിട്ടുള്ളത് 700 രൂപ പെർ സബ്ജക്റ്റ് പെർ ഇയർ ആണ്. അതായത് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് 700 രൂപയാണ് വരുന്നത്. ഇതൊരു മാസത്തെ ഫീസ് അല്ല, ഒരു വർഷം വരെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ആക്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് MBA ഒക്കെ ആണെങ്കിൽ 6 മാസം കൊണ്ട് എക്സാം തീരും. ഇൻ കേസ് നമുക്ക് സപ്ലി കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വർഷം വരെ ആ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ക്ലാസ്സൊക്കെ കാണാനൊക്കെ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. ഇനി UG പ്രോഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ BCom, BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA സൈക്കോളജി, BA എക്കണോമിക്സ്, BBA ജനറൽ, BBA റീറ്റെയിലിംഗ് എന്നീ 7 പ്രോഗ്രാമിന് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒട്ടുമിക്ക സബ്ജക്റ്റിന് നമ്മൾ ക്ലാസ് നൽകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇലക്റ്റീവ് സബ്ജക്റ്റ് കുറച്ചുണ്ടെങ്കിൽ നൽകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫീസ് വന്നിട്ടുള്ളത് 500 രൂപ പെർ സബ്ജക്റ്റ് പെർ ഇയർ ആണ്. അതായത് ഒരു സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുക്കാൻ 500 രൂപയാണ് ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. ക്ലാസ് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ഷോർട്ട് നോട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ ഡൗട്ട് ക്ലിയറിങ്ങും അങ്ങനെ യൂണിവേഴ്സിറ്റി എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിനകത്ത് നിങ്ങളുടെ ടീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്താണ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. ഇനി ഓൺലൈൻ ക്ലാസ്സിന് കറക്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന് റെക്കോർഡ് ക്ലാസ്സും നൽകുന്നതായിരിക്കും. റെക്കോർഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബിലായിരിക്കും കേട്ടോ. അത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഫീസ് അടച്ച് ചേരുന്ന ഇവിടെ നമ്മൾ ആക്സസ് കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ ക്ലാസ്സുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ഉള്ളൂ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റിനും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, അതായത് 20-ലധികം സ്റ്റുഡൻസ് ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും. കുട്ടികളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് ക്ലാസ്സുകൾ കൊടുക്കില്ല കേട്ടോ. കാരണം നമുക്കത് ഫിനാൻഷ്യലി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻസിലും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ക്ലാസ് തുടങ്ങുന്ന കാര്യങ്ങൾ, ഏതൊക്കെ സബ്ജക്റ്റിനാണ്, എത്ര ഫീസ് ആവും എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് അറിയിക്കുന്നത്. എജുഫിക്സോ ഇഗ്നോലേർട്സോ നിങ്ങൾക്ക് ഒരിക്കലും പേഴ്സണൽ മെസ്സേജസ് അയക്കില്ല. എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് മാത്രമേ അറിയിക്കുള്ളൂ. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പല ആൾക്കാരും കയറിയിട്ട് ചിലപ്പോൾ പല അക്കാദമി ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പേഴ്സണൽ മെസ്സേജ് അയക്കും, ഇഗ്നോലേർട്സ് ആണ്, അവരാണ്, ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതല്ല. ഇഗ്നോലേർട്സോ എജുഫിക്സോ എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിനകത്ത് മാത്രമാണ് പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ബൈ.